ആ പറഞ്ഞു ഗംഗെ. 24 മണിക്കൂറും തൃച്ചംബരത്തിന്റെ പേരും പെരുമയും കൊട്ടി ആഘോഷിക്കുന്ന അഖിലാണ്ടേശ്വരി വീട്ടുകാരുടെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തി നിന്നല്ലേ? പ്രിയങ്കെ, നീ പറയുന്നത് പോലെ ഇവിടെ ഒന്നും നടന്നില്ല. ടിവിയിൽ ന്യൂസ് കണ്ടിട്ട് അഖിലാണ്ടേശ്വരി ഞെട്ടി വിറച്ചില്ല. വാട്ട്? അഖില ന്യൂസ് കണ്ടിട്ട് അപ്സെറ്റ് ആയില്ലെന്നോ? ഇല്ല പ്രിയങ്കെ, അഖില അല്പം പോലും അപ്സെറ്റ് ആയില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിൽ നീയാണെന്ന് അഖില ഉറപ്പിച്ചു പറയുക കൂടി ചെയ്തു. എല്ലാവരെയും സമാധാനപ്പെടുത്തിയിട്ട് അഖില ആനന്ദിനോട് പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടാൻ പറഞ്ഞിരിക്കുക. പ്രസ് മീറ്റ് വിളിക്കാനോ? നോ, ഐ കാന്റ് ബിലീവ് ദിസ്. വിശ്വസിച്ചേ പറ്റൂ. മാത്രമല്ല ഓഡിറ്ററേയും കൂടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാതെ. അപ്പോ അഖിലാണ്ടേശ്വരി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മീഡിയ മുഖേന അഖിലയുടെ ഇമേജ് തകർക്കാൻ നോക്കുമ്പോ പണം വാരി എറിഞ്ഞ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ നോക്കുകയാണ് അഖില. വിടില്ല ഞാനും പണം എറിഞ്ഞ് മീഡിയക്കാരൻ നിരത്തും. ഗംഗെ, അതിന് നീ ഒരു സഹായം ചെയ്യണം. അഖിലാണ്ടേശ്വരി മീഡിയാസിന് മുൻപിൽ എന്തു പറയുന്നുവെന്ന് എനിക്കറിയണം. നീ പോയി വീഡിയോ കോൾ ചെയ്ത് അവിടെ നടക്കുന്നതെല്ലാം എന്നെ കാണിക്കാം. ശരി പ്രിയങ്കെ. ബി കെയർഫുൾ. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അക്കാര്യത്തിൽ ഞാൻ നല്ല എക്സ്പേർട്ട് അല്ലേ? എന്തിനായിരിക്കും അഖിലാമ്മയുടെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത്? അത് ആർക്കാ അറിഞ്ഞൂടാത്തത്? കോടികളുടെ നികുതി പണ തട്ടിപ്പ് തെറ്റാണെന്ന വാർത്ത പറയാൻ വേണ്ടി. ഗുഡ് മോർണിംഗ് മാഡം. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് ആരംഭിക്കാം. ഓക്കെ മാഡം. ഞാൻ 25 കോടി രൂപ ചെലവാക്കി ചാരിറ്റബിൾ പ്രവർത്തനം നടത്തി എന്ന കണക്ക് കാട്ടുകയും എന്നാൽ 1-2 കോടി രൂപ മാത്രമേ ചെലവാക്കുന്നുള്ളൂ എന്നൊരു ആരോപണം വരികയും ചെയ്തിരിക്കുന്നു. മീഡിയകളിലൊക്കെ ആ വാർത്ത വന്നും കഴിഞ്ഞു. ഈ പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാ അങ്ങനെയല്ല. ആ വാർത്തകളും ആരോപണങ്ങളും ശരി തന്നെയാണ്. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
ഇതെന്താ സ്വയം കുഴി തോണ്ടുന്നു? അക്കൗണ്ടുകൾ സ്വസ്ഥമായി നിങ്ങൾ പരിശോധിച്ചോളൂ. അതിനുള്ള സമയം തരാം. എല്ലാവർക്കും ഇവിടെ ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും 3 മണിക്ക് സംസാരിക്കാം. ഓക്കെ, ശരി. അതെ, ഇത് സൂം ചെയ്യും. ഇതൊന്ന് ഷൂട്ട് ചെയ്തേ. ആ പറയ്. വീഡിയോ കോളിലൂടെ ഇവിടെ നടന്നതെല്ലാം കണ്ടല്ലോ അല്ലേ? എല്ലാം കണ്ടു. ഞാൻ പ്രതീക്ഷിച്ചതിലും സമർത്ഥയാണ് അഖിലാണ്ടേശ്വരി. അതറിയാതെ ആയിരിക്കും പ്രിയങ്ക കൊമ്പ് ഓർക്കാൻ ഇറങ്ങിയത്. പ്രിയങ്ക, ഇത് കൈവിട്ട് പോകുന്ന കളിയാ. ലഞ്ച് ബ്രേക്ക് കൊടുത്തിരിക്കുക പ്രസ് മീറ്റിന്. പോരാത്തന്നെ മീഡിയക്കാർക്ക് വിഭവസമൃദ്ധമായ സദ്യയും അഖിലയുടെ വക. പ്രിയങ്ക, വേണമെങ്കിൽ നിനക്കും വന്ന് ഊണ് കഴിച്ചിട്ട് പോവാം. അഖിലയെ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു. വേണ്ട വേണ്ട, പരിഹാസം സഹിക്കില്ല നാഗമടുത്ത പ്രിയങ്ക. അഖിലാണ്ടേശ്വരി പ്രസ് മീറ്റിനൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒളിച്ചു പഠിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ അഖിലയ്ക്ക് ഇവിടെ തെറ്റി. മീഡിയക്കാരെ അഖിലാണ്ടേശ്വരിക്ക് അറിയില്ല. പാല് കൊടുത്താലും അവസരം കിട്ടിയാൽ കൊത്താൻ മടിക്കാത്ത കരിമൂർഖന്റെ സ്വഭാവം മീഡിയക്കാർക്ക്. അതവര് കാണിക്കുക തന്നെ ചെയ്യും. പ്രിയങ്ക, നീ പറഞ്ഞു വരുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നത്. നീ തൽക്കാലം ചെയ്തുകൊണ്ടിരുന്നത് തന്നെ തുടരുക. വീഡിയോ കോളിട്ട് അവിടെ നടക്കുന്നതൊക്കെ ലൈവായിട്ട് എനിക്ക് കാണണം. ആ ശരി പ്രിയങ്ക. ആ, വിലാസിനി ആന്റിയെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ വെക്കട്ടെ. ഗംഗയുടെ വീഡിയോ കോൾ ആണല്ലോ. അപ്പൊ പ്രസ് മീറ്റ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ. ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാഡം 25 കോടി രൂപ ചെലവാക്കിയിട്ടില്ല. മാഡം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് 52 കോടി രൂപയാണ്. മാഡം, 52 കോടി രൂപ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയിട്ടും 25 കോടി രൂപ മാത്രം നികുതി ഇളവിന് കൊടുത്തിരിക്കുന്ന കാര്യമാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ ഗവൺമെന്റ് പ്രളയം, കോവിഡ് അടക്കമുള്ള മഹാമാരികളെ കൊണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ശേഷിച്ച 27 കോടിക്ക് നികുതി അടയ്ക്കാമെന്ന് കരുതിയത്. ഗവൺമെന്റിനെ സഹായിക്കുക, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം.
ഗ്രേറ്റ് മാഡം, ഗ്രേറ്റ്. ചേച്ചി, ആ തീ ഒന്ന് കുറച്ച് വെക്കോ. അധികം വെന്താ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോവും. എന്നാലും കല്യാണി, ഞാൻ അതല്ല ആലോചിക്കുന്നത്. ആ നാഗമഠത്തെ പ്രിയങ്ക കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാ. പ്രിയങ്കയെന്നല്ല ചേച്ചി, ആർക്കും അഖില മേഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര നല്ല മനസ്സാ അഖില മേഡത്തിന്റേത്. അത് മാത്രമല്ല കല്യാണി, എന്നെ പോലത്തെ ആയിരങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. എന്നെ പോലെയുള്ള എത്ര കുടുംബങ്ങളാ പട്ടിണിയില്ലാതെ കഴിയുന്നെന്നറിയാമോ? അയ്യോ, ഇതിന് ഈ പാകം മതിയോ നോക്കിയേ. ഇത് മതി ചേച്ചി. കല്യാണി, മാല എടുത്ത് അകത്തിട്. മാല എടുത്ത് അകത്തിട്. താലി വേഗം മാല അകത്തിട്. നീയൊക്കെ ഇനി എത്ര ഒളിച്ചു വെച്ചാലും ഈ വിലാസിനിയുടെ അടുത്ത് ചെലവാവില്ല. നീ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി മറച്ചു വെച്ചത് ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. ഞാൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നതാ. നിങ്ങൾ രണ്ടുപേരും ഒട്ടിച്ചേർന്നാണല്ലോ നടപ്പ്. അത്രയ്ക്ക് എന്ത് രഹസ്യമാടി നിന്റെയൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു രഹസ്യമില്ല മാഡം. ഞങ്ങളുടെ സങ്കടങ്ങൾ പറയായിരുന്നു. നീയൊക്കെ സങ്കടങ്ങളെ പറയാവൂ. ഇന്നല്ല, എന്നും. അഖിലേച്ചിയെ മുടിപ്പിക്കാൻ വന്നുകൂടിയിരിക്കുന്ന ദുരിത ജന്മങ്ങളാണല്ലോ നീയൊക്കെ. ഏതായാലും ഇപ്പൊ നീ എനിക്കൊരു ജ്യൂസ് എടുത്തോണ്ട് വാ. ശരി. എടി, നീയൊക്കെ കൂടി എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇപ്പോഴത്തെ ഈ മുഖത്തെ ആശ്വാസം ഉണ്ടല്ലോ, അത് അന്നത്തോടെ തീരും. വായി നോക്കി നിൽക്കാതെ ജ്യൂസ് എടുത്തോണ്ട് പാടി. കല്യാണി, ഞാൻ കരുതി ഇന്നത്തോടെ എല്ലാം തീർന്നെന്ന്. വല്ലാത്തൊരു ജന്മം തന്നെയാ കല്യാണിയാ പോയത്.
ഓ 5 വയസ്സായിട്ടുള്ള ബാലിക കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുന്നു. അയ്യേ ടോം ആൻഡ് ജെറിയാ. ഇടി നന്ദന, ഇതൊക്കെ പിള്ളേര് കാണുന്നല്ലേ? അതെ, കാർട്ടൂൺ കാണുന്നതിന് വയസ്സൊന്നുമില്ല. എന്ത് രസം കണ്ടോണ്ടിരിക്ക. ആ ടോമും ജെറിയും തമ്മിലുള്ള കളി കണ്ടോ? എന്ത് രസം. കളി കാണാം. ഇങ്ങോട്ട് തരാൻ എനിക്ക് വേറൊരു കാര്യം കാണാനുള്ളത്. അരവിന്ദ്, ഇതൊക്കെ മര്യാദയാണോ? ഞാൻ കണ്ടോണ്ടിരുന്ന ചാനൽ മാറ്റി എന്തിനാ? ഇവിടെ പാട്ടടി. എന്താ പാട്ടി? എന്തായിട്ടൊരു ഫീലിംഗ് നോക്ക്. എടി നോക്ക്, എന്നാ പാട്ട്. നല്ല ഫീൽ അല്ലേ ഈ പാട്ടിന്? ഞാൻ കണ്ടോണ്ടിരുന്നല്ലേ. ഞാൻ കാണല്ലേ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ UAE ഏർപ്പെടുത്തിയ പ്രവേശന നിയന്ത്രണ വിലക്ക് മാറി. പുതിയ വിസകൾ അനുവദിച്ചുവെങ്കിലും വർക്ക് പെർമിറ്റ് അനുവദിക്കില്ലെന്ന് SAIC അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ഒളിച്ചു കടത്താൻ ശ്രമിച്ച 5 കിലോയോളം തൂക്കം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. അരവിന്ദ്, വേറൂസിന്റെ പണിയോടെ വരെ എത്തി. അത് തടസ്സലോ നടക്കുന്നുണ്ടോ? നന്ദന, മോളെ ഇടയ്ക്കിടെ അവിടെ വരെ ഒന്ന് പോയി നോക്കണം. ശരി ആന്റി. ഇല്ല, ഞാനിതൊരു ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ആനന്ദ്, ടെക്സ്റ്റൈൽ കൊട്ടേഷൻ എന്തായി? കൊട്ടേഷൻ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 30-നാ. ഓ, ആന്റി വിശദമായ വാർത്തകളിലേക്ക്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് സരോവർ പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചു. പ്രമുഖ വ്യവസായിയായ അഖിലാണ്ടേശ്വരിക്ക് അവർ നടത്തിയ ചാരിറ്റബിൾ പ്രവർത്തനം വിലയിരുത്തിയാണ് രാജ്യം സരോവർ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കായി 2019 ആരംഭിച്ച പുരസ്കാരമാണ് സരോവർ പുരസ്കാരം. കേരളത്തിൽ നിന്നും 3 പേരെയാണ് സരോവർ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്രാവശ്യത്തെ സരോവർ പുരസ്കാരം നമ്മുടെ അമ്മയ്ക്ക്. രാജ്യം ഏർപ്പെടുത്തിയ സരോവർ പുരസ്കാരം ആദ്യം ലഭിച്ചത് ബംഗാളിലെ എഴുത്തുകാരനും ശാശ്വത മിഷൻ പ്രവർത്തകനുമായ അമർജിത് ഗോയ്ക്കായിരുന്നു. എന്നാൽ ബിസിനസ് രംഗത്തെ പ്രമുഖയ്ക്ക് ലഭിച്ച ഈ പുരസ്കാരം ബിസിനസ് ലോകത്തിന് തന്നെ അഭിമാനമാകുന്നതാണെന്ന് ബിസിനസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി BS ഭൂപതി അറിയിച്ചു. താങ്ക് യു ആന്റി. കൺഗ്രാറ്റ്സ്. താങ്ക് യു അമ്മേ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ചേച്ചി, അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ ചേച്ചി. അമ്മേ, ഞാനേ അച്ഛനൊന്ന് വിളിച്ചു പറയട്ടെ. എടാ, അച്ഛൻ മീറ്റിംഗിലായിരിക്കും. വേണ്ട, ആരും വിളിക്കണ്ട. ദേ, അച്ഛൻ എന്നെ വിളിക്കുന്നു. ഹലോ കൃഷ്ണേട്ടാ. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ MP ഡൽഹിയിൽ വിളിച്ച് പറയുകയായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൃഷ്ണേട്ട എപ്പോ വരും? മീറ്റിംഗ് കഴിഞ്ഞാൽ ഒട്ടും ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ കൃഷ്ണേട്ട. ബൈ. ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയും പ്രശസ്ത വ്യവസായിയുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ ഞങ്ങളുടെ ചാനലിൽ ലഭിച്ചിരിക്കുന്നു. ആനന്ദ്, ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയും. എനിക്കൊന്ന് പുറത്തേക്ക് പോണം. ഞാൻ വരാമേ. വേണ്ട,